ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വികസനത്തിൽ സുപ്രധാന പങ്കുവഹിക്കാൻ സഹകരണ മേഖലയ്ക്ക് ആകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. ക്ഷേത്രത്തിലേക്ക് വൻ ഭക്തജന പ്രവാഹം. നഗരത്തിൽ ഇന്ന് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. ചോറ്റാനിക്കര മകം തൊഴൽ ചടങ്ങുകൾ അല്പസമയത്തിനകം. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 353 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. ലോകത്തെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതിക്ക് കീഴിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം 700 ലക്ഷം മെട്രിക് ടൺ ധാന്യ സംഭരണ കേന്ദ്രങ്ങൾ നിർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സഹകരണ മേഖലയ്ക്കായുള്ള ഒന്നിലധികം സുപ്രധാന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യ എണ്ണയുടെയും പയറുവർഗ്ഗങ്ങളുടെയും ഇറക്കുമതി കുറയ്ക്കുന്നതിനും എഥനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹകരണ മേഖലയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 11 സംസ്ഥാനങ്ങളിലെ PACSകളിൽ നടത്തുന്ന സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണത്തിന്റെ പ്രാരംഭ പദ്ധതിയും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആദിവാസി ദളിത് വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ മുന്നേറ്റം വളരെ വലുതായിരുന്നുവെന്നും ഇത് ശാക്തീകരിച്ച് മുന്നേറാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ ഉൾപ്പെടെ ഏകദേശം 1200 പേർ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച സംസ്ഥാനത്തെത്തും. VSSC വേളി ക്യാമ്പസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISRO ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. VSSCയിൽ ഒരുക്കിയിരിക്കുന്ന ഗഗൻയാൻ പ്രദർശനവും അദ്ദേഹം വീക്ഷിക്കും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ കിഫ്ബി 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിർവഹിക്കും. 14 നില ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം, 3 ടെസ്ല MRI സ്കാനർ, ഡെക്സ സ്കാനർ തുടങ്ങിയ സംവിധാനങ്ങളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള 9 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. നവീകരണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കുമെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അരിമുത്ത്. 15 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ നടക്കുന്നത്. ഇതിൽ 6 നവീകരണ പ്രവൃത്തികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ഒറ്റപ്പാലം, പൊള്ളാച്ചി, കണ്ണൂർ, തലശ്ശേരി, മാഹി, ഫറോക്ക്, കുറ്റിപ്പുറം, അങ്ങാടിപ്പുറം, നിലമ്പൂർ റോഡ് എന്നിവയാണ് പുതിയതായി നവീകരണം ആരംഭിക്കുന്ന സ്റ്റേഷനുകൾ. പദ്ധതിയുടെ ആദ്യഘട്ടം ഓഗസ്റ്റിൽ പൂർത്തിയാകും. സ്റ്റേഷനുകളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ മേൽക്കുര, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ, പ്രവേശന കവാടങ്ങൾ എന്നിവയാണ് പ്രധാനമായും പുതുക്കി പണിയുന്നത്. ഓരോ സ്റ്റേഷനുകളിലും 9 കോടി രൂപ മുതൽ 30 കോടി രൂപ വരെയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ 110ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആകാശവാണിയിൽ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കൊയിലാണ്ടിയിലെ കൊലപാതകത്തെ സംബന്ധിച്ച് സത്യസന്ധമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. കോൺഗ്രസിന്റെ സമരാഗ്നി യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ചും സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകം തൊഴൽ ഇന്ന് പകൽ 2-നാണ് മകം ദർശനത്തിനായി നട തുറക്കുന്നത്. രാവിലെ 5:30 മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി.
ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ടും ഇറക്കിപ്പൂജയും നടക്കുന്നതോടെ മകം ചടങ്ങുകൾക്ക് തുടക്കമാകും. രാത്രി 10:30 വരെയാണ് മകം തൊഴാൻ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. പൊങ്കാല ഉത്സവത്തിന്റെ 8ാം ദിനമായ ഇന്നും ക്ഷേത്രത്തിലും പരിസരത്തും ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സമീപ ജില്ലകളിൽ നിന്നുള്ളവർ പോലും ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. നാളെ രാവിലെ 10:30 അടുപ്പുവിട്ട് നടക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ പൊങ്കാല ദിനമായ നാളെ രാത്രി 8 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി പ്രതിനിധി റജു കോലിയക്കോട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് നടപ്പാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് നഗരത്തിലും ക്ഷേത്ര പരിസരത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും നാളെയും ഹെവി വാഹനങ്ങൾ, കണ്ടെയ്നറുകൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയ്ക്ക് തിരുവനന്തപുരം നഗരത്തിലേക്ക് പ്രവേശിക്കാനോ പാർക്ക് ചെയ്യാനോ അനുവാദം ഉണ്ടായിരിക്കില്ല. ക്ഷേത്രത്തിലേക്കുള്ള ഇടറോഡുകളുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ഗതാഗത തടസ്സമോ സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ മുന്നറിയിപ്പ് കൂടാതെ നീക്കും. പൊങ്കാല അർപ്പിച്ചു മടങ്ങുന്ന ഭക്തരുടെ വാഹനങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ തടഞ്ഞു നിർത്തി ലഘുപാനീയങ്ങൾ വിതരണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും സിറ്റി പോലീസ് അറിയിച്ചു. അതേസമയം പൊങ്കാലയോടനുബന്ധിച്ച് KSRTC പ്രത്യേക സർവീസിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 1ാം ഇന്നിംഗ്സിൽ 353 റൺസിന് പുറത്ത്. 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ടിന് 41 റൺസ് കൂട്ടിച്ചേർക്കാനേ കഴിഞ്ഞുള്ളൂ. 122 റൺസുമായി പുറത്താകാതെ നിന്ന ജോ റൂട്ടാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. ഇന്ത്യയ്ക്കായി 67 റൺസ് വഴങ്ങി രവീന്ദ്ര ജഡേജ 4 വിക്കറ്റും 83 റൺസ് വഴങ്ങി ആകാശ് ദീപ് 3 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 48 റൺസ് നേടിയിട്ടുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കർണാടകയും മിസോറാമും 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. 2ാം മത്സരം ഉച്ചയ്ക്ക് 2:30 മഹാരാഷ്ട്രയും മണിപ്പൂരും തമ്മിലാണ്. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റെയിൽവേസ് ഡൽഹിയെ നേരിടും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് UP വാരിയേഴ്സിനെ നേരിടും. വൈകുന്നേരം 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. FIH പുരുഷ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഒഡീഷയിൽ രാത്രി 7:30 മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം പ്ലാസ്റ്റിക് മുക്തമാക്കാൻ സംസ്ഥാന ശുചിത്വ മിഷൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ബാനറുകൾ, ബോർഡുകൾ തുടങ്ങിയവയ്ക്ക് PVC ഫ്ലെക്സ്, പോളിയസ്റ്റർ, നൈലോൺ, പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള തുണി എന്നിവ ഉപയോഗിക്കരുത്. 100% കോട്ടൺ, പ്ലാസ്റ്റിക് ഇല്ലാത്ത പേപ്പർ, പുനഃചംക്രമണം ചെയ്യാവുന്ന പോളി എത്തിലീൻ എന്നിവയിൽ PVC ഫ്രീ ലോഗോയും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ അല്ലെങ്കിൽ QR കോഡ് എന്നിവയും പതിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ. സംസ്ഥാനത്തെ കോളേജുകളിൽ ഒരു കോഴ്സിൽ 2 സീറ്റ് വീതം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് മാറ്റിവെക്കാൻ തീരുമാനിച്ചതായി മന്ത്രി R ബിന്ദു. ആലുവായിൽ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി പഠിതാക്കളുടെ സംഗമവും ഏകദിന ശില്പശാലയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കുക, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയിലെ ആദ്യ അത്യാധുനിക റൈസ് മില്ലിന്റെ ശിലാസ്ഥാപനം കോട്ടയം കിടങ്ങൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി VN വാസവൻ നിർവഹിക്കും. കേരള പാടി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സഹകരണ സംഘമാണ് 80 കോടി രൂപ ചെലവിൽ മില്ല് സ്ഥാപിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വികസനത്തിൽ സുപ്രധാന പങ്കുവഹിക്കാൻ സഹകരണ മേഖലയ്ക്ക് ആകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി തലസ്ഥാന നഗരി. ക്ഷേത്രത്തിലേക്ക് വൻ ഭക്തജനപ്രവാഹം. നഗരത്തിൽ ഇന്ന് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. ചോറ്റാനിക്കര മകം തൊഴൽ ചടങ്ങുകൾ അല്പസമയത്തിനകം. ഇന്ത്യക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 353 റൺസിന് പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.